നല്ല നാടൻ ഏത്തക്ക, നല്ല ഒന്നാന്തരം കൂർക്ക, ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങൾ കൊണ്ട് ഉച്ചയൂണ് കഴിക്കാൻ പറ്റുന്ന മലയാളികൾ എത്ര ഭാഗ്യവാന്മാരാ. നാടൻ ഏത്തക്കായും കൂർക്കയും ചേർത്തുള്ള ഒരു പെരളനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇത് സൂപ്പർ രുചിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏത്തക്കായും കൂർക്കയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞ് വെള്ളത്തിലിടണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ട് കറ കളഞ്ഞതിന് ശേഷമാണ് ഇത് വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇത് 2 മീഡിയം സൈസ് ഏത്തക്കായാണ്. ഇതിൻ്റെ ഞാൻ തൊലി ചീകി കളഞ്ഞിട്ടേ ഉള്ളു, പൊളിച്ച് എടുത്തിട്ടില്ല. ഇതുപോലെ ക്യൂസായിട്ട് അരിഞ്ഞത്. അതുപോലെ 1/4 കിലോ കൂർക്ക, അതും ഇതുപോലെ തൊലി കളഞ്ഞ് മുറിച്ചെടുത്തിട്ടേ ഉള്ളു. എൻ്റെ കൈക്ക് 1 കൈ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 5-6 എണ്ണം കടുക് വറക്കാൻ മാറ്റി വെക്കണം. ബാക്കി ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. ഒരു ചെറിയ തക്കാളിപ്പഴം, 3 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 വറ്റൽമുളകും, 1/2 ടീസ്പൂൺ കടുക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. Cook with Sophie, sharing 40 years experience. ആദ്യം നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കി വെക്കാം. 1 പച്ചമുളക്, ഒരു 2 ചുവന്നുള്ളി, ഇത് ഞാൻ അരിഞ്ഞു വെച്ചത് കൊണ്ടാണ്, 4 വെളുത്തുള്ളി അല്ലി, തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടിയുടെ പകുതി, രണ്ട് തണ്ട് കറിവേപ്പില. നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാൻ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. അരപ്പ് ചതച്ച് വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിനൊരു കുക്കറിലേക്ക് മാറ്റാം. കൂർക്കയ്ക്കൊക്കെ ചിലപ്പം വേവ് കൂടുതൽ കാണും. ചില സമയത്ത് കൂർക്കയ്ക്ക് അങ്ങനെയാണല്ലോ, കൂടുതൽ വേവ് കാണാം. അപ്പം നമ്മൾ അടുപ്പ് വെച്ചിരുന്നാൽ ഒത്തിരി സമയം വെച്ചേക്കേണ്ടി വരും. കൂർക്ക അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി വാഴയ്ക്ക, ഇത് ഏത്തക്ക തന്നെയാണ് കേട്ടോ, ഏത്തക്കയാണ് ഇതിന് കൂടുതൽ രുചി. ചുമന്നുള്ളി ഒന്ന് ചെറുതാക്കി ഇട്ടിട്ടുണ്ട്. തക്കാളിപ്പഴം, 2 പച്ചമുളകും, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെള്ളം. ഇത് ഒത്തിരി ചാറുകറിയല്ല, ഒരു പെരളനാണ്. എന്നാൽ ഇത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 3 വിസില്, 1 വിസില് ഹൈ ഫ്ലെയിമിലും 2 വിസില് ലോ ഫ്ലെയിമിലും. 3 വിസിൽ കേട്ട് കഴിഞ്ഞ് മാറ്റി വെച്ചതാണ്. നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് പെരളനാണല്ലോ, അപ്പോൾ ഇച്ചിരി കറി കൊഴുത്തിരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി മുഴുവനായിട്ട് ഉടയ്ക്കണ്ട. ഇനി ഒട്ടും ഉടയ്ക്കണ്ടെങ്കിൽ അങ്ങനെ ആകാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. അതിലേക്ക് കറിവേപ്പില, ചുവന്നുള്ളി അരിഞ്ഞതും വറ്റൽമുളക് മുറിച്ചതും കൂടെ ചേർക്കാം. ഒന്ന്
മൂത്ത് വരണം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. അരപ്പിന്റെ പച്ചച്ചൊവയൊന്നും മാറിക്കിട്ടണം. ഇപ്പം ഈ അരപ്പൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. അതിൻ്റെ പച്ചച്ചൊവയൊന്ന് മാറി വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായും കൂട്ടയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒത്തിരി അങ്ങ് വറ്റി പോകണ്ട. അല്പം പെരളനായിട്ടിരിക്കണം. ഇതിൻ്റെ ഉപ്പ് നോക്കണം. ലേശം ഉപ്പും കൂടെ ചേർക്കാം. കറി ഇതുപോലെ ഇരിക്കണം. ഇതാണ് പെരളൻ പരുവം. നമുക്ക് തീ ഓഫ് ചെയ്യാം. കായും കൂർക്കയും ഒക്കെ നാടൻ വിഭവങ്ങളാണല്ലോ, നാടൻ പച്ചക്കറികളല്ലേ. ഇതുകൊണ്ട് നമ്മൾ തോരൻ വെക്കും, മെഴുക്ക് പുരട്ടി വെക്കും. പക്ഷെ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു പെരളൻ വെച്ച് നോക്കണം. ചോറിനും കഞ്ഞിക്കും ഒക്കെ വളരെ നല്ല രുചിയുള്ള ഒരു കറിയാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏത്തക്കായും കൂർക്കയും ഉള്ള ഒരു പെരളൻ ഊണിന് നല്ല ഒരു കോമ്പിനേഷനാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കാം. ഇതിനിപ്പോൾ ഇളക്കൊന്നും വേണ്ട. തീ ഓഫ് ചെയ്ത് 2 മിനിറ്റ് മൂടി വെക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴുള്ള ആ മണം ഉണ്ടല്ലോ, ഇപ്പം തന്നെ നമുക്ക് ചോറുണ്ണാൻ തോന്നും. അതുപോലെ നല്ലൊരു മണമാണ്. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നല്ല രുചിയുള്ളൊരു നാടൻ കറിയാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.